ഈ ബീഫ് വെച്ചിട്ട് എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും അത് കഴിച്ചാൽ പല്ലുവേദനയാണ്. പിന്നെ ആ ബീഫ് അങ്ങോട്ട് ദഹിച്ച് പോയെങ്കിലേ ആ പല്ലുവേദന മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം ബീഫ് നല്ലപോലെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് വേവിച്ചിട്ടോ. എന്നിട്ട് ഇത് കഴിച്ചിട്ടും പല്ലുവേദന ഉണ്ടാവുമെന്നൊന്നും അറിയണമല്ലോ. അപ്പോൾ നല്ലപോലെ വേവിച്ചിട്ട് വെള്ളം വേറെയും ഇറച്ചി വേറെയും ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ കാണുന്ന മസാലപ്പൊടികൾ മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ മെയിനായിട്ടുള്ള താരം എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ നമുക്ക് മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അത് മീറ്റ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റുള്ള പൗഡറുകളൊക്കെ കുറേശ്ശെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഉപ്പ് കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ആദ്യമായിട്ട് ബീഫ് വേവിച്ച സമയത്ത് ഉപ്പിട്ടതാണ്. അപ്പോൾ എങ്കിലും കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം വരും. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉപ്പിട്ടിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളക്കുറവുണ്ടെങ്കിൽ നമ്മൾ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ മസാല പൗഡറുകൾ ഏതൊക്കെയാണെന്നുള്ളത്. മീറ്റ് മസാലയ്ക്ക് പകരമായിട്ട് കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ അതുപോലെ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് ഉലുവപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പൗഡറാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാം കൂടി അങ്ങോട്ട് മിക്സ്ഡ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യട്ടോ. കാരണം അത് നല്ല വെന്ത ബീഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് മുകൾ ഭാഗം ഒന്ന് ക്രിസ്പി ആവാനേ ഉണ്ടാവുള്ളൂ, വേവാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലപോലെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിക്കാറ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ബീഫൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ വെച്ചിട്ട് അതിലോട്ട് ബീഫ് ഫ്രൈ ചെയ്ത് എണ്ണ ബാക്കി ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക. അല്ലെങ്കിൽ വേറെ ഓയിൽ ഒഴിച്ചിട്ട് വറ്റൽ മുളകും ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ അതുപോലെ ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുക. ചുവന്നുള്ളി റെഡിയാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സവാള ആയാലും കുഴപ്പമില്ല, പക്ഷേ ചുവന്നുള്ളി തന്നെയാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്ക് ഇതിലോട്ട് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ മീറ്റ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ എല്ലാം കുറേശ്ശെ എടുത്തിട്ട് ഇടുക. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ടൊമാറ്റോ സോസും ചേർക്കുക. ടൊമാറ്റോ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കണമെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതി. അതുപോലെ തന്നെ ബീഫ് വേവിച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഗ്രേവി ടൈപ്പ് ആക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ബീഫ് ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഒന്ന് വിതറി കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയിലയും കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്. ഇത് കഴിച്ചാൽ പല്ലിന് വേദന ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക.